നമസ്കാരം. നമസ്കാരം. അലക്സാഞ്ചന ഫുഡി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിനു പോണോരെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? ചുട്ടമീൻ. പോയി വരുമ്പോൾ ചുട്ടമീൻ കൊണ്ടുവരും അല്ലേ? അതെ അതെ. അതെന്താന്ന് പറഞ്ഞൂടാ അഞ്ജന? ഞങ്ങൾ ഇന്ന് പട്ടം പ്ലാമൂഡിനടുത്തുള്ള ചുട്ടമീൻ എന്ന പേരിലുള്ള ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിലാണ് നിൽക്കുന്നത്. ഏകദേശം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് മീൻ അവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കിനി പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അത് സ്വാദ് രുചിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റും. ചുട്ടമീനിന്റെ കുറച്ച് ഇപ്പുറത്തെ ആ പറമ്പിനകത്ത് ഞങ്ങൾ നിൽക്കുന്നത്. നല്ല കാർ പാർക്കൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. മണവും വരുന്നുണ്ട്. നമ്മുടെ പ്ലാമൂഡ് എന്ന് പറയുന്ന പ്ലാമൂഡ് ജംഗ്ഷൻ, അതായത് PMGന്ന് പ്ലാമൂഡ് ജംഗ്ഷനിൽ വന്നിട്ട് ഇടത്തോട്ട് തേക്കുമൂടിലോട്ട് പോകുന്ന വഴിക്ക് വലതുവശത്താണ് ഈ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ്. അതെ. അപ്പം നമുക്ക് കാണാം. അങ്ങനെ ഇതാണ് ചുട്ടമീനിൻ്റെ വെളിയിലുള്ള റെസ്റ്റോറൻറ്റ്. പുറത്ത് ആണ് അവരത് മീനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വളരെ സ്പീഡിൽ തന്നെ പരിപാടികളൊക്കെ നടക്കുകയാണ്. കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ടൈമിൽ ഗസ്റ്റ് അല്ലെങ്കിൽ കഴിക്കാൻ വരുന്നവരൊക്കെ എണ്ണം കൂടുതലാണ്. അപ്പോൾ പലരും എത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ ഇരുന്ന് കഴിക്കാം. കുറച്ച് പേരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. വേറെ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് പോകുമ്പോഴേ ഏതൊക്കെ മീൻ റെഡിയാക്കുന്നതെന്ന് കാണാൻ പറ്റുള്ളൂ. പിന്നെ നല്ല കാർ പാർക്ക്, കാർ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇതാണ് നമ്മുടെ കടയുടെ ഓണർ. ഹമൂർ ആണല്ലേ വെച്ചേക്കുന്നത്. പിന്നെ ഇത് ആവോലി. ആവോലി ഏതാ? ഇത് കറുത്ത ആവോലിയാണ് അല്ലേ? അല്ലേ ചേട്ടാ, കറുത്ത ആവോലിയാണ്. ഇതിന്റെ ഓണറായ അംജദ് ഖാൻ ചേട്ടനാണ്. അംജദ് ഖാനും നവാസ് ചേട്ടനും കൂടിയാണ് നടത്തുന്നത്. 2 പേർ ഓണേഴ്സ് ഉണ്ട്. ഒരു ചേട്ടനേ ഉള്ളൂ. അംജദ് ഖാൻ ചേട്ടോ, ഒന്നൊന്ന് താഴത്തേക്ക് ആരാന്നും ജനമൊന്ന് കാണട്ടെ. ഇതാണ് നമ്മുടെ സുന്ദരക്കുട്ടപ്പൻ ചേട്ടൻ. ചേട്ടാ, ഇത് എന്താ ഇന്ന് ഇപ്പം ആർക്കെങ്കിലും ഉള്ള ഓർഡറാണോ? ഇതിപ്പോൾ ബൈ ഫോൺ വഴി വന്നതാണ്. റെഗുലർ കസ്റ്റമേഴ്സിനൊക്കെ സൈസൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകും. ഹമൂർ വെയിറ്റുള്ള മീനാണ് എന്ന് പറയുമ്പോൾ ഫോണിൽ പറയും. അത് ഹമൂറാണ്. ഇതിപ്പോൾ രണ്ടും ഹമൂറാണ്. നമുക്ക് എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാം. വിഴിഞ്ഞത്തൂന്നാണ് മീൻ കൊണ്ടുവരുന്നത്. ഇത് പാര, പിന്നെ ഇത് ആവോലി. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വരഞ്ഞൊക്കെ വെച്ചേക്കുകയാണ്. ഇത് പിന്നെ ഇനി ഇത് ആവശ്യം ഓർഡർ വരുന്നതനുസരിച്ച് മസാലയൊക്കെ പുരട്ടി കനലൊക്കെ ഇട്ടിട്ടുണ്ട്, റെഡിയാക്കി ഇട്ടേക്കുകയാണ്. അതിൽ ചുട്ടെടുക്കും. അപ്പം നമ്മുടെ ഓർഡർ ആവശ്യാനുസരണമാണ് അത് ചെയ്തു കൊടുക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്രഷ് മീനാണ്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അല്ലേ അറിയത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഫ്രൈ ആയിട്ടുള്ളത് കൊഞ്ച്, പിന്നെ കണവ, ചിപ്പി, ഇത്രയാണ് ഇപ്പം അവർ റെഡിയാക്കി വെച്ചിട്ടുള്ളത് വറക്കാനായിട്ട്. പിന്നെ മെയിനായിട്ട് കഴിക്കാൻ ഇതിൻ്റെ കൂടെ അവർ കൊടുക്കുന്നത് പുട്ട്, പൊറോട്ട, പിന്നെ ചപ്പാത്തി, അങ്ങനെയൊക്കെയാണ്. പക്ഷെ കൂടുതലും പുട്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത്. മസാലയിൽ പൊതിഞ്ഞ ഹമൂർ ദേ ചുടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് മീനായതുകൊണ്ട് പെട്ടെന്നാകും. ഓർഡർ അനുസരിച്ചാണ് അവർ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഓർഡർ വന്നു, അതിനനുസരിച്ചാണ് അവരത് വെച്ചേക്കുന്നത്. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അത്ര ചൂടാണ്, കനലിൻ്റെ ചൂട്. ഏകദേശം എത്ര മിനിറ്റ് വേണ്ടി വരും? ഒരു 10 മിനിറ്റ് അല്ലേ? അനുസരിച്ച്. ഓക്കെ. 15 മിനിറ്റ് കൊണ്ട് മീൻ റെഡിയാവും. മീനിൻ്റെ വലിപ്പം അനുസരിച്ചാണ് റെഡിയാവുന്നത്. ചേട്ടാ, ഇതിൻ്റെ മസാലയുടെ എന്താണ് അത് പ്രത്യേകത എന്താണ്? നിങ്ങൾ ഇവിടെ ചെയ്തെടുക്കുന്നതാണ്? അല്ല, എന്താ പ്രത്യേകതയായിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട്? ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും അങ്ങനെയൊക്കെ മസാലയാണ്. അതൊക്കെ ട്രേഡ് സീക്രട്ട് ആണ് മസാലക്കാരി. അതാണ് ചുട്ട മീനെ മറ്റുള്ളവയിൽ നിന്നും മാറ്റി നിർത്തുന്നത് അല്ലേ? മീൻ കൂടാതെ വേറെ എന്തൊക്കെയാ ഉള്ളത്? മീനല്ലാതെ നമ്മൾ ഉദ്ദേശിച്ചത് കണവ, ചിപ്പി, കൊഞ്ച് അതാണോ? മീനല്ലാതെ നമുക്ക് വിഴിഞ്ഞ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫ്രൈയും
പൊറോട്ടയും ആ ഒരു കോമ്പിനേഷൻ. ചിക്കൻ മാത്രമേ ഉള്ളൂ മീനല്ലാത്ത ഒരു ഡിഷായിട്ടൊന്നും. ഓക്കെ ഓക്കെ. അപ്പോൾ ചിക്കൻ അല്ല ബീഫും അങ്ങനെ വേറെ ഒന്നും ഇല്ല, ബീഫൊന്നുമില്ല. ചിക്കൻ ഫ്രൈ മാത്രം. ചിക്കൻ ഫ്രൈ മാത്രം. അത് വിഴിഞ്ഞത്തെ ആ ഒരു മെത്തേഡിൽ സ്റ്റൈലിൽ. കറി മസാല വേറെ അങ്ങനെയൊന്നും ഇല്ല ഇല്ല ഒന്നും. വിഴിഞ്ഞത്തെ കട അതിനെക്കുറിച്ചൊന്നും പറയാം. വിഴിഞ്ഞത്ത് നേരത്തെ ഉള്ളതാണ്. ഇവിടെ തുടങ്ങിയിട്ട് 1 മാസമേ ആയുള്ളൂ അല്ലേ? ഇല്ല, 1 മാസം ആയിട്ടില്ല. ഇതിപ്പോൾ ഒരു 10 ദിവസം ആയിട്ടുള്ളൂ. 10 ദിവസമേ ആയിട്ടുള്ളൂ. ഓക്കെ. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തെ കട ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം 1 മാസത്തിനകത്ത് അത് ഓപ്പൺ ചെയ്യും. ഓക്കെ. വിഴിഞ്ഞത്ത് ഉടനെ തന്നെ അത് റണ്ണിങ് ആവും. തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുക അല്ലേ? തൽക്കാലത്തേക്ക് നിർത്തി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ടോ? ഒരു പാഴ്സൽ പോകാനായിട്ട് അത് വെച്ചേക്കുകയാണ്. വലിയ വലിയ പീസാണ്. സാധാരണ പോലെ നമ്മുടെ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ചെറിയ ചെറിയ പീസല്ലേ, അതിന് പകരം മസാലയിൽ പൊതിഞ്ഞ വലിയ പീസാണ്. നല്ല ചൂടോടുകൂടി പൊതിയാൻ പോവുകയാണ്. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. മീൻ ചുട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? ഈ ഒരു സൈഡ് ഒരു സൈഡ് ഗ്രില്ലായി. ചേട്ടാ, ഈ മീനൊക്കെ ഇപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയൊക്കെ വരും? അതറിയാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. നോർമൽ മീനൊക്കെ ലഭിക്കുന്ന സമയങ്ങളിൽ 350 വരെയുള്ള സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക്. 350 മുതൽ 1900-2000 രൂപ വരെയുള്ള ഫിഷ് നമ്മളിവിടെ ഗ്രില്ല് ചെയ്ത് കൊടുക്കും. അത് സൈസ്, വെയിറ്റ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പിന്നെ മീനിൻ്റെ മാർക്കറ്റ് ഭയങ്കര ഫ്ലെക്സിബിളാണ്, കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. എന്നാലും മിനിമം റേറ്റ് 350 മുതൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ 350 മുതൽ ഉണ്ടാവും. റെഗുലർ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവരോട് വിളിച്ച് ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ്. അത് റെഗുലർ കസ്റ്റമറിനെ അറിയാം. ഒരു ആവറേജ് നമുക്ക് ഒരു റേറ്റും വെയിറ്റും ഒക്കെ പറയുമ്പോൾ അവർക്ക് ബൈ ഫോൺ വഴി ഇമാജിൻ ചെയ്യാൻ പറ്റും. അവർ ഓക്കെ എന്ന് പറയും. ചെറിയ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ വന്നിട്ട് ക്ലിയർ ചെയ്യുകയും ചെയ്യും. പുതിയത് എല്ലാം കടൽ മീനാണ്. ഇല്ല, കരിമീനും പുഴമീനും ഞങ്ങൾക്ക് കിട്ടാനും പാടാണ്. ഇവിടെ അത് ചെയ്യുന്നില്ല. എല്ലാം കടൽ മീൻ. അതിൻ്റെ ഇപ്പോൾ ഒരു ടൈമിൽ അങ്ങനെ തന്നെയാണ്. അത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ചിപ്പിയൊക്കെ ഒരു പ്ലേറ്റ് 200 രൂപ അങ്ങനെ വരുന്നുണ്ട്. 18-17 പീസൊക്കെ അങ്ങനെ മാറി വരും. പിന്നെ അതുപോലെ തന്നെ കണവയും ഇതൊക്കെ ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് പോവുകയാണ്. പിന്നെ ഇപ്പോൾ വില ഒരുപാട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും മാറ്റങ്ങളുണ്ടാവും. കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ സ്വാഭാവിക മാറ്റം ഉണ്ടാവും. അത് ഈ എന്താ പറയുക, ഈ കടൽ വിഭവങ്ങളുടെ ഹോട്ടലുകളിൽ സ്വാഭാവികമായിട്ടുള്ള സംഗതിയാണ്. മാർക്കറ്റ് ഫ്ലെക്സിബിൾ, അപ്പോൾ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചേക്കുന്ന മീനാണ്. അതിൽ ഹമൂറ്. അത് ഇനി മസാലയൊക്കെ പുരട്ടി ഗ്രില്ല് ചെയ്ത് തരും. ഏകദേശം ഒരു റെഡ് കളറാണ് അല്ലേ മീറ്റിന്? ഒരു പിങ്ക് കളർ. പിങ്കിഷ് കളറാണെങ്കിലും വെന്ത് വരുമ്പോഴത്തേക്കും അതെ വൈറ്റ് ആവും. കട്ടിങ്ങും ഡിഫറെൻ്റ് ആണ്. ഒരു ഭാഗത്ത് മാംസം മാത്രമേ ഉണ്ടാവൂ, മറുഭാഗത്ത് സോഫ്റ്റ് മീറ്റ് അല്ലേ? അതെ അതെ. അത് ഗ്രില്ലാവട്ടെ. ഏകദേശം എത്ര 20 മിനിറ്റ് അല്ലേ ഇതിന്? 15 മുതൽ 20 മിനിറ്റ് വരെ. വലിയ മീനാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്ര നേരം എടുക്കും അതിൻ്റെ മാരിനേഷൻ? ഇപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഒരു 2 മിനിറ്റ്സ്. അല്ല, അറബി മാരിനേഷൻ വല്ലതും ആണോ? ഇല്ല, അറബിക്കിൻ്റെയും ഒരു നമ്മുടെ ഒരു നാടിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനാണ്. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അറബിക്കായിരുന്നു. വിഴിഞ്ഞത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ പിന്നെ കസ്റ്റമേഴ്സൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ എരിവ് വേണം, ഇത് പൊടി വേണം, ചെറിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഇപ്പോൾ അവർ ഗ്രില്ല് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ടേസ്റ്റ് ഇനി ഇത് കഴിയട്ടെ, എന്നിട്ട് നോക്കാം. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ അകം. അഞ്ജന, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഫുഡിന്.
എന്താ ചേട്ടാ ഇതൊക്കെ പറഞ്ഞേ? ഇത് നമ്മൾ ഓർഡർ ചെയ്തത് അതിപ്പം ഹമൂർ എന്ന് പറയുന്ന മീനിൻ്റെ ഗ്രിൽ ചെയ്തെടുത്ത വിഭവമാണ്. ഹമൂർ ഗ്രിൽഡ്. പിന്നെ ഉള്ളത് കല്ലുമ്മക്കായ ചിപ്പി എന്നൊക്കെ പറയുന്ന സാധനം എണ്ണയിൽ വറുത്തെടുത്തതാണ്. രണ്ടാമത് കല്ലുമ്മക്കായ എണ്ണയിൽ വറുത്തെടുത്തത്. പിന്നെ ചാറ്. പിന്നെ മീൻ കറിയാണ്. ഗ്രേവി എന്നാണ് എല്ലാവരും പറയുന്നത്, ഞങ്ങളുടെ മീൻ കറി എന്നാണ് പറയാറ്. മീൻ കറി. ഓക്കെ. ഇനി പുട്ടും. ഇനിയുള്ളത് പുട്ടും പൊറോട്ടയാണ്. അത് നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട്. ചേട്ടാ പിന്നെ ഒരു ടിപ്പ് ചോദിച്ചോട്ടെ, ഈ ചിപ്പി വറക്കുമ്പോഴേ അത് ഹാർഡ് ആവാതെ സോഫ്റ്റായിട്ടിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ? ഇല്ല, അത് രണ്ട് ടൈപ്പ് ഇതാണ് സംഭവം. ഇത് അവിച്ചതിന് ശേഷമാണ് നമ്മളത് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വേവിച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. കഴിക്കുന്നവരുടെ താല്പര്യമാണ്. ചില തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് കുറച്ച് മുരിച്ചിട്ട് ക്രിസ്പി ആയിട്ടുള്ളതാണ് താല്പര്യം. കുറച്ച് ഇങ്ങോട്ടൊക്കെ മാറി വരുന്നവർക്ക് ജസ്റ്റ് അത് ഓയിലിട്ട് എടുത്താൽ മാത്രം മതിയാകും. ഇതെല്ലാം വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത്. അപ്പോൾ വേവിക്കാതെ ചെയ്യത്തില്ല, അങ്ങനെയാണ് ശരിയാവത്തില്ല അല്ലേ? വേവിക്കാതെ ഡിഫറെൻ്റ് ആണ്. വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോടൊക്കെ അത് പൊളിഞ്ഞ് വരുള്ളൂ. മസാലയൊക്കെ പെരട്ടിയാണോ വേവിക്കുന്നത്? വെറുതെ പെരട്ടിയാണ് ഫ്രൈ ചെയ്യും. സ്പെഷ്യൽ മസാല നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഏത് ഓയിലാണ് ചെയ്തത്, വെളിച്ചെണ്ണയിൽ. അപ്പം പുട്ടും പൊറോട്ടയും വരട്ടെ, എന്നിട്ട് കഴിക്കാം. നല്ല ചൂട് പുട്ടും പൊറോട്ടയും വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കൊണ്ടുവരും. അപ്പോൾ ആദ്യം നമുക്ക് പുട്ടിയും തുടങ്ങാം. നല്ല സോഫ്റ്റാണ്, നല്ല ചൂടായതുകൊണ്ട് മുറിക്കാം. പുട്ട് ആറി ചാറും കൂടെ ഒഴിച്ചു നോക്കാം. ചിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ എൻ്റെ മീറ്റ്. അരപ്പും ചിപ്പിയും നല്ല വറ്റൽമുളകും പെരിഞ്ചീരകവും ഒക്കെ കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ്. ഞാൻ ചൂടോടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഫ്രഷ് ആയതുകൊണ്ട് നല്ല കുക്കുമാരും കൂടെ ആയാൽ നിങ്ങൾ ചേർന്നു. അതല്ല ഇവിടെ ഞങ്ങൾക്ക് കിട്ടി. മീൻ ഗ്രില്ല് ചെയ്ത് കഴിച്ചോ? ചെറുതായിട്ട് സ്കിന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. ഞാൻ സ്കിൻ മാറ്റിയാണ് കഴിക്കുന്നത്. സ്പൈസി അല്ല കേട്ടോ ഒട്ടും. ഒരു കനലിൻ്റെ ടേസ്റ്റ് ഉണ്ട് നന്നായിട്ട്. ആ ഒരു പുകയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു ഉപ്പ് രസം. പിന്നെ എരിവൊന്നുമല്ല, ഒരു പ്രത്യേക ടേസ്റ്റ്. ചുട്ടൊക്കെ വരുമ്പം കുറച്ചേ കാണത്തുള്ളൂ മീനിൻ്റെ ആ മാംസമൊക്കെ. പുട്ടും പൊറോട്ടയൊന്നും വേണ്ട, വെറുതെ കഴിക്കാം. കണവ ഫ്രൈ. മീൻ നമ്മളിവിടെയൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ട്. കുറേ മുള്ളും ബാക്കിയൊക്കെ ഉണ്ട്. ഇതും തീർന്നിട്ടില്ല. ചിപ്പിയും കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പൊറോട്ട 2-3 കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. മസാലയൊക്കെ ഏകദേശം സെയിം ആയിരിക്കും അല്ലേ? അകത്ത് ചേർത്തിരിക്കുന്ന കണവ നല്ല ചൂടായതുകൊണ്ട് വാ പൊള്ളാൻ പാടില്ല.
കഴിച്ചു വേറെ നല്ല ഫ്രഷ് ഇതുണ്ടോ വിടാതിരിക്കുന്നുണ്ടോ കണവാ മസാല ഡിഫറൻസ് ഉണ്ടോ സെയിം അല്ല അല്ല മീൻ മാറുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് വ്യത്യാസം പക്ഷേ സെയിം അരപ്പൊക്കെ സെയിമാണ്. പക്ഷേ ഈ അരപ്പ് ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഏതിൻ്റെ കൂടെയും പോകും, പുട്ടായാലും പൊറോട്ടയോ ചപ്പാത്തിയോ ഏതിൻ്റെ കൂടെയും ഈ അരപ്പ് പോകും. കൊഞ്ചാണെങ്കിലും ഇത് തന്നെ ആയിരിക്കും. ഇവിടെ തന്നെ നീ പോക്കണ്ടിട്ട് കിടന്നുറങ്ങും തോന്നുന്നുണ്ട്. നീ ഇവിടെ വെച്ചാൽ അതിന് കൈ മസിലൊക്കെ വന്ന കഴിച്ചു. എനിക്ക് വയറ് നിറഞ്ഞു. ഈ മീൻ ചാറ് ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. പുട്ടിൻ്റെ കൂടെ നന്നായിട്ട് ചേരുന്നുണ്ട്. മുക്കി കുഴച്ച് കഴിക്കാൻ ഉഗ്രൻ ടേസ്റ്റ്. എനിക്കിതുകൂടെ കണ്ടു മതിയാവും. പാഴ്സൽ ഒത്തിരി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പം ആൾക്കാർ വേറെയും കുറേ പേര് വന്നിട്ടുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചൂടോടെ നല്ല ഫ്രഷായിട്ട് ആ സാധനം വരുന്നത്. കണവയും ചിപ്പിയൊക്കെ അത്യാവശ്യം നല്ല എരിവുണ്ട്. വെച്ചാൽ വറ്റൻമുളക് ചതച്ചൊക്കെ ഇട്ടേക്കുന്നു. നല്ല എരിവുണ്ട്. ഇന്ന് ഹമൂർ ഗ്രില്ല് ചെയ്യാൻ എരിവില്ലായിരുന്നു. ഇന്ന് രണ്ടുപേരും നല്ല എരിവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല പോലെ എന്താ പറയുന്നത് വേർത്ത് കുളിച്ച് ഞാനിങ്ങനെ കഴിച്ച് തീർത്തു. അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ഇങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഇനി കൈയൊക്കെ വാഷ് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെയൊക്കെ ആള് നിറഞ്ഞിട്ട് അവരൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ബഹളമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ച് കയ്യും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് അടുത്ത ഓണർ നവാസ് ഏട്ടൻ. അപ്പം ചേട്ടൻ്റെയും കൂടെ പ്രയത്നമാണ് ഈ കാണുന്ന കട. അപ്പം നമ്മൾ ഇവിടെ കഴിച്ച കണവ, ചിപ്പി, പിന്നെ ഹമൂർ ഗ്രില്ല് ചെയ്ത് ഇത്രയാണ് കഴിച്ചത്. അപ്പം ഞങ്ങൾക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് മീറ്റായിരുന്നു. അതെ അതെ അതെ. ഹമൂർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സ്പൈസി അല്ല, നല്ല അതെ അതെ ആർക്കും ഇഷ്ടപ്പെടും. പുട്ടാണെങ്കിലും വളരെ സോഫ്റ്റ് ആയിരുന്നു. പൊറോട്ടയും നല്ല മയമുള്ള പൊറോട്ട. അതെ അതെ. അപ്പം എല്ലാവരും കൂടെ ചേർന്ന് ഒരു നല്ല ജോയിൻറ്റ് വെഞ്ചറാണ്. അപ്പം ഇത് ഇറങ്ങി വരുന്നവരൊക്കെ ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് അത് തന്നെ അറിഞ്ഞു. നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ ഒന്ന് കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ രുചി അറിയുന്നത്. അപ്പം ട്രിവാൻഡ്രത്തുകാരൊക്കെ ഇനിയിപ്പം കൂടുതലായിട്ട് ഇവിടെ വരും അല്ലേ? കോവിഡ് കഴിയുമ്പോഴേ നമ്മൾ ഇതൊക്കെ കൂടുതൽ പോപ്പുലർ ആവട്ടെ അല്ലേ? ഓക്കെ ചേട്ടാ, അപ്പോൾ താങ്ക് യു. അംജദ് ഏട്ടോ നവാസ് ഏട്ടനെ കണ്ടു. അപ്പോൾ പറഞ്ഞു എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കുന്നു. ഇപ്പോൾ ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്നു. സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ ലൈവ് ലോബ്സ്റ്ററൊക്കെ അടിക്കുന്നു കേട്ടല്ലോ, സത്യമാണോ? ലൈവ് ലോബ്സ്റ്റർ അടിക്കും. അതിപ്പോൾ നിങ്ങൾ നേരത്തെ ഓർഡർ ചെയ്യണം. ജീവനുള്ള സാധനമല്ലേ, കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എത്തിക്കും. അതിൻ്റെ ഗ്രാമും പ്രൈസും ഒക്കെ ബൈ ഫോൺ വഴി തന്നെ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നിങ്ങൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം ജീവനുള്ള സാധനം തന്നെ ഞങ്ങളെ കാണിച്ചു തരും. കാണിച്ചതിന് ശേഷം അത് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു സംവിധാനമാണ്. നമുക്കൊരു ദിവസം നോക്കാം, സമയമുള്ള സമയത്ത് ഒന്ന് വിളിക്കും എന്നെ. അപ്പം ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ നമ്പർ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ വിഴിഞ്ഞത്തെ പോലെ തന്നെ ഇത് സൂപ്പർ ഹിറ്റ് ആവട്ടെ കേട്ടോ. എല്ലാവരും ഇവിടെ വന്ന് ഉഗ്രൻ അടിപൊളി ഇടിവെട്ട്. ഓക്കെ ചേട്ടാ, അപ്പോൾ താങ്ക് യു. ഓക്കെ.